നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം, പിതാവ് റഹീം പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്ത്. താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഡൽഹിയിൽ ആം ആദ്മിയെ പ്രതിരോധത്തിലാക്കി CAG റിപ്പോർട്ട്. യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് ജസ്റ്റിൻ ട്രൂഡോ. ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ്. വാർത്തകൾ വിശദമായി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പിതാവ് റഹീം പോലീസിന് മുന്നിൽ നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്ത്. കുടുംബത്തിന് 65 ലക്ഷം രൂപ കടബാധ്യതയുള്ള വിവരം തനിക്കറിയില്ലായിരുന്നുവെന്നാണ് പ്രതി അഫാന്റെ അച്ഛൻ റഹീം പോലീസിന് നൽകിയ മൊഴി. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതിനാൽ 4 മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നെന്നും റഹീം പോലീസിന് മൊഴി നൽകി. ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വായ്പയും ഉൾപ്പെടെ 15 ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം എനിക്കറിയാമായിരുന്നു. അഫാനെ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും അറിയാമായിരുന്നു. ആ പെൺകുട്ടിയുടെ സ്വർണമാല പണയം വെച്ചിരുന്നു. ആ മാല പണയത്തിൽ നിന്നും എടുത്തു നൽകാൻ 60,000 രൂപ ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് അയച്ചതായും റഹീം പറഞ്ഞു. അഫാനെതിരെ ഉമ്മ ഷെമീന ഇതുവരെയും മൊഴി നൽകിയിട്ടില്ല. കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്ക് പറ്റിയതെന്നാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ അമ്മ ആവർത്തിച്ചത്. 45 മിനിറ്റാണ് ആശുപത്രിയിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയത്. ഷെമീന ചിട്ടി നടത്തിയും പണം നഷ്ടമായെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാനാണ് ഷെമീന ചിട്ടി നടത്തിയത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി, പക്ഷേ പണം നൽകിയില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി. അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞു. ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ ലക്ഷ്യമിട്ടിരുന്നില്ലെന്ന് അഫാൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. തലക്കടിയേറ്റ് ലത്തീഫ് നിലത്തു വീണപ്പോൾ അടുക്കളയിൽ നിന്ന് ഓടിവന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലക്കടിച്ച് വീഴ്ത്തിയതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യതയെന്നുറപ്പിക്കുകയാണ് പോലീസ്. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു. പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ മർദ്ദിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി. ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നും മനോജ് കുമാർ പറഞ്ഞു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സ്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടെ വേണം ഈ വിഷയം ചർച്ച ചെയ്യാൻ. സോഷ്യൽ മീഡിയ, കോവിഡിന് ശേഷമുള്ള അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ലഹരിയുടെ മേഖലയിലേക്ക് കുട്ടികൾ എത്തുന്നത് ഉൾപ്പെടെ പരിശോധിച്ച് വേണം കുട്ടികളെ സമീപിക്കാനെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു. അതിനിടെ ഷഹബാസിന്റെ മരണത്തിൽ വിശദ അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും അന്വേഷിക്കുക. ഷഹബാസിന്റെ മരണം ഏറെ ദുഃഖകരമാണെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ക്രൂരമർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഷഹബാസ്. രാത്രി 12:30 മരണം സ്ഥിരീകരിച്ചത്. ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ചത്തെ യാത്രയയപ്പ് പരിപാടിക്കിടെയുണ്ടായ തർക്കത്തിന് ശേഷം സമൂഹമാധ്യമത്തിലൂടെ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ സംഘർഷം. ട്യൂഷൻ സെന്ററിലെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 6:30 താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ചായക്കടയ്ക്ക് സമീപത്ത് സംഘർഷമുണ്ടായത്. തമ്മിൽ തല്ലിയ വിദ്യാർത്ഥികളെ നാട്ടുകാരും കടക്കാരും ഇടപെട്ടാണ് പിന്തിരിപ്പിച്ച് ഓടിച്ചത്. പിന്നീട് റോഡിന് സമീപത്തു വെച്ചും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായി. എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് മുഹമ്മദ് ഷഹബാസിനെ തലയ്ക്ക് പരിക്കേറ്റു. നഞ്ചക്കു പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയത്. വിദ്യാർത്ഥികൾ കൂടാതെ പുറമേ നിന്നുള്ള കണ്ടാലറിയാവുന്ന ചിലരും സംഘടിച്ചെത്തിയാണ് അക്രമം നടത്തിയതെന്നാണ് ഷഹബാസിന്റെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. ഷഹബാസിന്റെ അച്ഛനും ഇന്നലെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഷഹബാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക ലംഘനം കാണിച്ചതായി ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുമില്ല. ഇത് സംഭവിച്ചത് പിന്നീട് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ
ഗ്രൂപ്പായിട്ട് വിളിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാവാനാണ് സാധ്യത. ഡൽഹിയിൽ ആം ആദ്മിയെ പ്രതിരോധത്തിലാക്കി വീണ്ടും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഗുരുതര അനാസ്ഥകളെക്കുറിച്ചാണ് CAGയുടെ രണ്ടാം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ആം ആദ്മി സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നിയമസഭയിൽ അവതരിപ്പിച്ചതാണ് റിപ്പോർട്ട്. കോവിഡ് പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 787.91 കോടി രൂപയിൽ 582.84 കോടി രൂപ മാത്രമാണ് ആം ആദ്മി ഉപയോഗിച്ചത്. 2016-17 മുതൽ 2021-22 വരെയുള്ള കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്കുകളെന്നും ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു. ആം ആദ്മി സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായിരുന്ന മൊഹല്ല ക്ലിനിക്കുകളുടെ അടിസ്ഥാന സ്ഥിതിയെക്കുറിച്ചും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ആയുഷ് ഡിസ്പെൻസറികളുടെ അവസ്ഥ പരിതാപകരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 49 ഡിസ്പെൻസറികളിൽ 17 എണ്ണത്തിൽ വൈദ്യുതി ലഭിക്കുന്നില്ല. മറ്റ് ആയുഷ് ഡിസ്പെൻസറികളിൽ ടോയ്ലറ്റ് സൗകര്യവും കുടിവെള്ള സൗകര്യവുമില്ല. ആരോഗ്യ ജീവനക്കാർക്ക് വേതനം കുറവാണെന്നും റിപ്പോർട്ടിലുണ്ട്. മാനവ വിഭവശേഷി വികസനത്തിനായി 52 കോടി രൂപ അനുവദിച്ചെങ്കിലും 30.52 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാസ്കുകൾക്കും മരുന്നുകൾക്കും മറ്റ് സൗകര്യങ്ങൾക്കും കേന്ദ്രം 119.85 കോടി രൂപ അനുവദിച്ചു. അതിൽ 83.14 കോടി രൂപ ഉപയോഗിക്കാതെ കിടക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഓഡിറ്റ് കാലയളവിൽ നിർമ്മാണത്തിലുണ്ടായിരുന്നത് 8 ആശുപത്രികളായിരുന്നു. അതിൽ 3 എണ്ണത്തിന്റെ നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ആശുപത്രികളിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ശസ്ത്രക്രിയകൾക്കായി 6 മുതൽ 8 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 14 ആശുപത്രികളിൽ ICU സേവനങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം തന്നെ ഒപ്പിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. FTA എങ്ങനെ വേഗത്തിൽ നടപ്പാക്കാമെന്നതിന് ചർച്ചയിൽ ഊന്നൽ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി തന്മയാലാൽ വിശദീകരിച്ചു. കരാർ ഈ വർഷം തന്നെ ഒപ്പിടാനാണ് ശ്രമമെന്ന് ഉർസുല വോൺ ഡെർ ലെയൻ ഡൽഹിയിൽ സ്വകാര്യ പരിപാടിയിൽ പറഞ്ഞു. FTAയുമായി ബന്ധപ്പെട്ട മന്ത്രിതല ചർച്ചകൾ തുടരും. യൂറോപ്യൻ യൂണിയന്റെ FTA യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. വാണിജ്യ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച നടത്താനും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചിട്ടുണ്ട്. നിക്ഷേപ സംരക്ഷണ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വിശദമായ ചർച്ചകൾ തുടരും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുമായി മുന്നോട്ടു പോകാനുള്ള നടപടികളും സ്വീകരിക്കും. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത, സമൃദ്ധി എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവിഭാഗവും യോജിക്കുന്നുണ്ടെന്നും ഉർസുല വോൺ ഡെർ ലെയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലീൻ എനർജി, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ചേർന്ന വ്യാപാര സാങ്കേതിക വിദ്യ കൗൺസിലിന്റെ 2ാമത്തെ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യൂറോപ്യൻ യൂണിയൻ ടെക്നോളജി കമ്മീഷണർ ഹെന്ന വിർക്കുനൻ, ട്രേഡ് കമ്മീഷണർ മാർക്കോസ് സെഫ്കോവിക് തുടങ്ങിയവരുമായി ചർച്ച നടത്തിയത്. ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും ഇടയിൽ ഹരിതോർജ്ജം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിലെ സഹകരണം കൂട്ടാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴിക്കുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും 2 നേതാക്കളും തീരുമാനിച്ചു. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ചയിൽ അസാധാരണ രംഗങ്ങൾ. നേതാക്കൾ തമ്മിൽ അതിരൂക്ഷമായ വാക്പോരാണ് ഉണ്ടായത്. വൈറ്റ് ഹൌസ് വിട്ടു പുറത്തു പോകുവാൻ സെലൻസ്കിയോട് ട്രംപ് ആജ്ഞാപിച്ചു. 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്നും ട്രംപ് ചോദിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. We're trying to solve a problem. Don't tell us what we're going to feel. I'm not telling you. Because I'm you're in no position to dictate that. Remember this. You're in no position to dictate what we're going to feel. We're going to feel very good. You will feel influence. We're going to feel very good and very strong. You will feel influence. You're right now not in a very good position. You've allowed yourself to be in a very bad position, and he happens to be right about it. From the very beginning of the war, you're not in a good position. You don't have the cards right now.
With us, you start I'm having not playing cards. cards. But right now, you I'm don't. very Yeah, you're playing serious, cards. Mr. President. You're I'm playing very cards. serious. You're gambling I'm the with the president lives in of war. millions of people. You think- You're gambling with World War What do you- III. what do you You're think about? gambling with What do you World think War about? III. And You- what you're doing is very disrespectful to the country, this country. I'm That's with back all to you. respect to your Far country. more than a lot of people said I'm very they respect. should have. സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന് താൽപ്പര്യമില്ലെന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ആഞ്ഞടിച്ചു. ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളും സെലൻസ്കി തള്ളി. വാൻസ് യുക്രൈൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന മറുചോദ്യം സെലൻസ്കി ഉന്നയിച്ചു. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ അസാധാരണ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത്. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഓവൽ ഓഫീസിലെ ചർച്ച തുടങ്ങിയത്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇല്ലാതെയായിരുന്നു ചർച്ച. വൈസ് പ്രസിഡന്റും യുക്രൈന്റെ രൂക്ഷ വിമർശകനുമായ JD വാൻസുമാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് പകരമുണ്ടായിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ അതിരൂക്ഷമായ പരസ്യ വാക്പോരിനാണ് ലോകം സാക്ഷിയായത്. തർക്കത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന വാൻസിന്റെ വാക്കുകളോട് എന്ത് തരം നയതന്ത്രം എന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. റഷ്യൻ പ്രസിഡന്റ് പലതവണ ധാരണകൾ ലംഘിച്ചതിന്റെ ഉദാഹരണങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഇതോടെ വാൻസ് ക്ഷുഭിതനായി. അനാദരവ് കാട്ടുന്നുവെന്നാരോപിച്ച് തർക്കമായി. പിന്നാലെ വാക്കുതർക്കം ട്രംപ് ഏറ്റെടുത്തു. സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും മൂന്നാം ലോകമഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് ചോദിച്ചു. യുക്രൈൻ ഇത്രയും കാലം ഫണ്ട് നൽകിയതിനെ ബൈഡനെ വിഡ്ഢിയായ പ്രസിഡന്റ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു. പിന്നെ അധിക നേരം ചർച്ച നീണ്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി. യുക്രൈനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയാണ് ഇങ്ങനെ അവസാനിച്ചത്. സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചുവരാമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വൈറ്റ് ഹൌസിന് പുറത്തിറങ്ങിയ സെലൻസ്കി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നില്ല. പിന്നീട് എക്സിൽ സെലൻസ്കി ട്രംപിന് നന്ദി പറഞ്ഞു. വിഷയം റഷ്യൻ മാധ്യമങ്ങളും ചർച്ചയാക്കുകയാണ്. സമൂഹത്തിലുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സിനിമയ്ക്കും പങ്കുണ്ടാകാമെന്ന് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. എന്നാൽ എല്ലാം സംഭവിച്ചത് സിനിമയിൽ നിന്നാണെന്ന് പറയരുത്. ഇത്തരം ആക്രമണങ്ങൾ തടയുവാൻ സമൂഹം ഒന്നായി രംഗത്തിറങ്ങണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സമൂഹത്തിലെ ആക്രമണത്തിന് സിനിമയ്ക്കും പങ്കുണ്ടാകാം. എന്നാൽ എല്ലാം സിനിമയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയരുത്. അടുത്തിടെ ഇത്തരത്തിൽ ചർച്ചയായ സിനിമയാണ് ഇടുക്കി ഗോൾഡ്. എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായതിനാലാണല്ലോ അതിൽ നിന്നും സിനിമയുണ്ടായത്. എന്നാൽ ആ സിനിമ മനസ്സിലാക്കണം. ഒരു സിനിമ കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് രാജ്യമാകുന്ന കുടുംബത്തിലേക്കാണ്. അവർ പാഴായി പോയിക്കൂടാ, പൊലിഞ്ഞു പോയിക്കൂടാ. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എല്ലാവരും ഒന്നിച്ച് രംഗത്ത് വരണമെന്ന് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിലും ലഹരി ഉപയോഗത്തിന്റെ സ്വാധീനം വലിയ തോതിൽ ചർച്ചയാവുകയും അതിൽ സിനിമയുടെ സ്വാധീനം എന്നത് വിഷയമായി വരുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. സിനിമകളിൽ കാണിക്കുന്ന രൂക്ഷമായ വയലൻസ് അടുത്തിടെ നടന്ന വെഞ്ഞാറൻമൂട് കൂട്ടക്കൊലപാതകത്തിലും താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും ചർച്ചയായിരുന്നു. അടുത്തിടെ സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു. സിനിമകളിലെ ആക്രമണങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ്. മാർക്കോ അടക്കം സിനിമകളുടെ പേരെടുത്തു പറഞ്ഞാണ് ചെന്നിത്തലയുടെ ആരോപണം. വ്യാപകമായ ആക്രമണം നടക്കുകയാണ്. അതിനിടയിലാണ് സിനിമയിലെ വയലൻസ് കൂടുന്നത്. RDX, കൊത്ത, മാർക്കോ സിനിമകൾ അതിനുദാഹരണമാണ്. സർക്കാർ ഇവിടെ നിഷ്ക്രിയമായി ഇരിക്കുകയാണ്. സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ്. ഇത്തരം ചിത്രങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുവാനോ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ശ്രമിക്കുന്നതോ ആപൽക്കരമായ കാര്യമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ ആശാ വർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോർപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തി കാണേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പങ്ങളാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും. ആശാ വർക്കർമാർക്ക് അരക്ഷിതാവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം അങ്ങനെ അവർക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ?
ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പരാമർശം. നിയമവിരുദ്ധമായും ന്യായീകരിക്കാനാവാത്ത വിധവുമാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്. 3 വർഷമായി യുക്രൈൻ ധൈര്യത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും പോരാടുന്നു. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള അവരുടെ പോരാട്ടം നമുക്കെല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. കാനഡ യുക്രൈനോടൊപ്പം നിൽക്കുന്നത് തുടരുമെന്നും ട്രൂഡോ എക്സിൽ കുറിച്ചു. നേരത്തെ കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയും യുക്രൈനെ പിന്തുണ അറിയിച്ചിരുന്നു. സെലൻസ്കിയും ട്രംപുമായി നടന്ന ചർച്ച വാക്കേറ്റത്തെയും വെല്ലുവിളിയെയും തുടർന്നാണ് പിരിഞ്ഞത്. ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ട്രംപ് റദ്ദാക്കുകയും വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങിപ്പോവുകയും ചെയ്തു. അടുത്തിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. യുക്രൈനിലുള്ള റഷ്യൻ തടവുകാരെ വിട്ടയക്കാൻ തങ്ങൾ തയ്യാറാണെന്നും റഷ്യയും സമാന രീതിയിൽ തടവുകാരെ വിട്ടയക്കണമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ 3ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കീവിൽ നടന്ന ഉന്നതതല സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യുക്രൈനിലെ ജനങ്ങളുടെ 3 വർഷത്തെ പോരാട്ട വീര്യത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിരുന്നു. യുക്രൈനിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ സെലൻസ്കി രാജ്യത്തെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് കെട്ടിടം പുതുക്കി പണിയുവാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. അടിയന്തരമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും 2ാം നമ്പർ അനക്സ് കെട്ടിടത്തിന്റെ വിപുലീകരണം വേഗത്തിലാക്കുവാനും ഉദ്യോഗസ്ഥതല യോഗത്തിൽ തീരുമാനമായി. സെക്രട്ടേറിയറ്റ് വളപ്പിനകത്തെ നായശല്യത്തിന് പരിഹാരമടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം പരിഗണിച്ചത്. സമയത്ത് അറ്റകുറ്റപ്പണിയില്ലാതെ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ വലുതും ചെറുതുമായ അപകടങ്ങൾ പതിവാണ്. സെക്രട്ടേറിയറ്റ് കെട്ടിടം ആകെ പുതുക്കി പണിയാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ പദ്ധതി. ഇതിനായി വിശദമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജനുവരി 20 ചേർന്ന യോഗം ഹൌസ് കീപ്പിംഗ് സെല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2ാം നമ്പർ അനക്സ് കെട്ടിടത്തിന്റെ വിപുലീകരണവും വേഗത്തിലാക്കും. സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് ട്രയൽ റൺ നടത്തി എത്രയും പെട്ടെന്ന് ഉപയോഗക്ഷമമാക്കും. ഗാർഹിക മാലിന്യം സെക്രട്ടേറിയറ്റിനകത്തു കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഇലക്ട്രോണിക് മാലിന്യം അന്നന്ന് തന്നെ സംസ്കരിക്കുവാനും ഉപയോഗശൂന്യമായ വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്തു നിന്ന് അടിയന്തരമായി മാറ്റുവാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവ് നായശല്യം രൂക്ഷമായെന്ന് വിലയിരുത്തിയ യോഗത്തിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് നായ്ക്കളെ തുരത്തുവാൻ പൊതുഭരണ വകുപ്പിന് കീഴിലെ ഹൌസ് കീപ്പിംഗ് സെല്ലിന് നിർദ്ദേശം നൽകി. ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമായി ഒരു ഫിസിയോതെറാപ്പി സെന്റർ സെക്രട്ടേറിയറ്റിൽ ഒരുക്കുന്നതിനെക്കുറിച്ചും കാര്യമായ ആലോചനയുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായിരുന്ന M. ശിവശങ്കറിന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി പരാമർശം നടത്തി. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥന്റെ മികവ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ അദ്ദേഹം വലിയ വേട്ടയാടൽ നേരിടേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്റ്റാർട്ടപ്പ് മേഖലയിലും 2023-2024 കാലഘട്ടത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്തൊരു പുകിലാണ് ഉണ്ടായതെന്നും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം സൂചിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു. ഉത്തര കൊറിയ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണം നടത്തിയതായി സർക്കാർ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മഞ്ഞക്കടലിൽ നടന്ന മിസൈൽ പരീക്ഷണത്തിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ സന്നിഹിതനായിരുന്നെന്നും KCNA അറിയിച്ചു. വടക്കൻ കൊറിയയുടെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന നിലയിൽ സുരക്ഷ ലംഘിക്കുകയും ഏറ്റുമുട്ടൽ അന്തരീക്ഷം വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് മിസൈൽ പരീക്ഷണമെന്നാണ് KCNA വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നത്. 1587 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈൽ പരീക്ഷണ സമയത്ത് 130 മിനിറ്റ് പറത്തിയെന്നാണ് KCNAയുടെ അവകാശവാദം. പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഫലത്തിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആണവ പ്രതിരോധ ഘടകങ്ങളുടെ വിശ്വാസ്യതയും പ്രവർത്തനവും തുടർച്ചയായി പരീക്ഷിക്കുകയും അവയുടെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തര കൊറിയയുടെ യുദ്ധപ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കിം ജോങ് ഉന്നിനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ വർഷത്തെ ഇത്തരത്തിലുള്ള 4ാമത്തെ മിസൈൽ വിക്ഷേപണമാണ് ഉത്തര കൊറിയ നടത്തുന്നത്.
ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാമത്തെ മിസൈൽ അഭ്യാസമാണിത്. ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനായുള്ള നീക്കങ്ങളുടെ ഭാഗമായി ആദ്യ ടീമിൽ 3 ഉച്ചകോടികൾ ട്രംപ് നടത്തിയിരുന്നു. രണ്ടാം ടീമിലും ഉത്തര കൊറിയൻ നേതാവുമായി ആശയവിനിമയം നടത്താനുള്ള ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജനുവരിയിൽ ഫോക്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഗുണ്ടകളും ക്രിമിനലുകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോലീസിനോ എക്സൈസിനോ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണമില്ലെന്നും അപകടകരമാണ് സംസ്ഥാനത്തെ സ്ഥിതിവിശേഷണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി അക്രമ മാഫിയയ്ക്ക് CPM-ന്റെ രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ടെന്നും സതീശൻ ആരോപിച്ചു. കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ്. ലഹരി വ്യാപകമായി വിതരണം ചെയ്യുകയാണ്. ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനാണ്, ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത്. ഒരിക്കലും ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെന്റ് ഏജൻസിയും പോകുന്നില്ല, എക്സൈസും പോകുന്നില്ല, പോലീസും പോകുന്നില്ല. സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് നടക്കുന്നതെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ലഹരി വസ്തുക്കൾ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഉപയോഗിക്കുന്നവരെ മാത്രം സർക്കാർ പിടിക്കുന്നു. എന്നാൽ ഇതിന്റെ ഉറവിടം തേടി പോലീസോ എക്സൈസോ പോകുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ ലഹരി വസ്തുക്കൾ ഇന്ന് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. SSLCക്ക് പഠിക്കുന്ന കുട്ടികൾ നടത്തുന്നത് ലഹരി പാർട്ടിയാണ്. വമ്പന്മാർ ലഹരി പാർട്ടികൾ നടത്തുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന എല്ലായിടത്തും ലഹരി പാർട്ടികൾ പരസ്യമായി നടക്കുന്നു. ലഹരി വസ്തുക്കൾ എത്തുന്ന ഉത്ഭവസ്ഥാനം കണ്ടെത്തി അത് അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് സതീശൻ പറഞ്ഞു. ഇതിന് വ്യാപകമായ മുന്നേറ്റം ഉണ്ടാകണം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ അവർ മറ്റെല്ലാ കാര്യങ്ങളിലേതും പോലെ ഇതിലും നിസ്സംഗരാണ്. കേരളം വലിയ ഭീതിയിലാണ്. കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്കും കോളേജിലേക്കും അയക്കുന്ന മാതാപിതാക്കൾക്ക് പേടിയാണ്. അപകടത്തിലേക്ക് കേരളം പോവുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. കേരളത്തിലേക്ക് കിലോ കണക്കിനാണ് ലഹരി വസ്തുക്കൾ വരുന്നത്. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് കണ്ടെത്താൻ ഒരു സംവിധാനവും ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ സർക്കാർ പരാജയമാണെന്നാണ് അർത്ഥമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രാദേശിക ലഹരി സംഘങ്ങൾക്ക് CPM ആണ് സംരക്ഷണം നൽകുന്നതെന്നതിനെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്ന് സതീശൻ പറഞ്ഞു. കാപ്പ കേസ് പ്രതികളെ വരെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വാഗതം ചെയ്യുന്നത് മന്ത്രിമാർ അടക്കമുള്ളവരാണ്. അതുകൊണ്ടാണ് CPM-നെ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട് എന്ന് പറയുന്നതെന്നും സതീശൻ പറഞ്ഞു. ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ലഹരി മാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്നത് എന്നത് താൻ യാഥാർത്ഥ്യബോധത്തോടെ പറയുന്നതാണെന്നും സതീശൻ പറഞ്ഞു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.